ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സഹകരണത്തോടു കൂടി ചെയ്യാൻ പോകുന്ന മറ്റൊരു മത്സര പരീക്ഷാ പരിശീലനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോ കേൾക്കേണ്ടത് ബികോം കോഓപ്പറേഷൻ ഐച്ഛിക വിഷയമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അതുപോലെ JDC HDC അതായത് കോർപ്പറേഷൻ മേഖലയിൽ പഠിച്ച് അതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ, ആ മേഖലയിൽ ജോലി നോക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ ചേട്ടന്മാരായിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പൂർണ്ണമായ ഒരു പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ ഒരു സഹോദരനും കുറച്ച് 2-3 എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് പറയാം. അപ്പോൾ നിങ്ങളിത് നിങ്ങളത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷ ക്വാളിഫൈഡ് ആൾക്കാരാണോ ഉള്ളതെന്ന് എനിക്കറിയാം. നിങ്ങളായിരിക്കും ഇത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രീ വെബിനാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നമ്പർ കമൻ്റായിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സഹകരണ മേഖലയിൽ നമുക്ക് വളരെ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ തുറന്ന് കാണുന്നത്. അതായത് നേരത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനത്തിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്, സഹകരണ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ ഈ സബ്സ്റ്റാഫ് കാറ്റഗറി, അതായത് അറ്റൻഡർ പ്യൂൺ പോസ്റ്റുകളിലേക്ക് നിയമിക്കുകയും അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് ക്ലർക്കാക്കുകയും അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ക്ലർക്കാക്കി അങ്ങനെ അവരുടെ ഒരു സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 2 രീതിയിലാണ് സഹകരണ ബാങ്കുകളിൽ ജോലി ലഭിക്കുന്നത്. അപ്പെക്സ് സ്ഥാപനങ്ങൾ, അതായത് കേരളം മൊത്തത്തിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള അപ്പെക്സ് സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് കേരള ബാങ്ക്, അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതുപോലെ കേരഫെഡ്, അതുപോലെയുള്ള അപ്പെക്സ് സ്ഥാപനങ്ങളുണ്ട്. ഈ അപ്പെക്സ് സ്ഥാപനങ്ങളുടെ നിയമനങ്ങളെല്ലാം PSC നേരിട്ടാണ് നടത്തപ്പെടുന്നത്. ക്ലറിക്കൽ തസ്തിക മുതൽ മുകളിലോട്ടുള്ള തസ്തികകളല്ല. ക്ലറിക്കൽ മാത്രമല്ല, അറ്റൻഡർ പ്യൂൺ തസ്തിക വരെ അത് ഒരു റേഷ്യോ ബേസിൽ നമ്മുടെ PSC നടത്തപ്പെടുന്നുണ്ട്. അപ്പെക്സ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങളെല്ലാം 1993 ശേഷം PSC ആണ് നടത്തപ്പെടുന്നത്. അതുപോലെ കേരളത്തിൽ 1640ഓളം PSCSകളുണ്ട്. അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് സർവീസ് സഹകരണ ബാങ്കുകൾ എന്ന് പറയും. നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഓരോ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. ഇത് ഈ കഴിഞ്ഞ വർഷം വരെയും നിയമനം നടത്തിയിരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അതത് ഭരണസമിതിയായിരുന്നു നടത്തിയിരുന്നത്. അതത് ബാങ്കിന്റെ ഭരണസമിതി അറ്റൻഡർ പ്യൂൺ തസ്തികയിലേക്ക് നിയമനം നടത്തിയിട്ട് അതിൽ നിന്ന് മുകളിലോട്ട് പ്രൊമോഷൻ കൂടി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റൂൾ അമെൻമെന്റ് ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ 1:4 എന്നുള്ള രീതിയിലാണ് ഇത് നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അറ്റൻഡർ പ്യൂൺ തസ്തികയിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ക്ലറിക്കൽ തസ്തികയിലേക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ 4 പേരെ നമ്മൾ എക്സാമിനേഷൻ ബോർഡ് വഴി നിയമിച്ചിരിക്കണം. എക്സാമിനേഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള പ്രാഥമിക സഹകരണ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ക്ലറിക്കൽ തസ്തിക മുകളിലോട്ട് പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബോർഡാണ്. പ്രത്യേകം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് ഈ എക്സാമിനേഷൻ ബോർഡ്. ഈ സർവീസ് എക്സാമിനേഷൻ ബോർഡ് വളരെ സുതാര്യമായിട്ട് കേരളത്തിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വേണ്ടി പരീക്ഷ നടത്തുന്നുണ്ട്. ഇത് ഓരോ 3 മാസം കൂടുമ്പോഴും പരീക്ഷ നടത്തപ്പെടുകയാണ്. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഏകദേശം 250 പേരോളം കേരളത്തിൽ, മൊത്തത്തിൽ 250-300 പേരോളം ഓരോ 3 മാസം കൂടുമ്പോഴും കേരളത്തിൽ പല ബാങ്കുകളിലായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു അനന്ത സാധ്യതയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബികോം കോർപ്പറേഷൻ, JDC ഡിഗ്രി, JDCയോടൊപ്പം ഡിഗ്രി, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അതായത് നമ്മുടെ സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഒരു കോഴ്സാണ് JDC. അതുപോലെ ICMM സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന HDC എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സുണ്ട്, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. അതും ഡിഗ്രി, അതും ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ, ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത്. അതായത് ബികോം കോർപ്പറേഷൻ, JDC വിത്ത് ഡിഗ്രി, അതുപോലെ HDC വിത്ത് ഡിഗ്രി, അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ, ഈ 3 യോഗ്യത ഉള്ളവർക്കാണ് ഈ പരീക്ഷകളെല്ലാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ റീസെന്റ് ആയിട്ട് വരുന്ന സാധ്യതകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ PSC ക്ഷണിച്ചിട്ടുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ
അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ കേരള ബാങ്ക് ക്ലർക്ക്, പുതിയ സ്പെഷ്യൽ റൂളൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. കേരള ബാങ്ക് ക്ലർക്ക്, അതുപോലെ 3 മാസം കൂടുമ്പോൾ വരുന്ന എക്സാമിനേഷൻ ബോർഡ്, സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തപ്പെടുന്ന, ഓരോ 3 മാസം കൂടുമ്പോഴും നടത്തപ്പെടുന്ന പരീക്ഷ. അത് അപ്പോൾ ഇത്തരത്തിൽ 3 ഘട്ടങ്ങളായിട്ട് പരീക്ഷകൾ ഓരോ 3 മാസം കൂടുമ്പോൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. മാത്രമല്ല, നമ്മൾ മറ്റുള്ള PSC കോഴ്സുകൾക്കല്ല, PSC പരീക്ഷകൾ പോലെ അല്ല ഇതിനൊരു സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം 4 ലക്ഷം പേര് ഒരു PSC പരീക്ഷ എഴുതുമ്പോൾ ഇതിന് കേരളം മൊത്തത്തിൽ വെറും 40,000 പേരൊക്കെ പരീക്ഷ എഴുതാൻ വരുന്നുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ അത്രത്തോളം കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ, വളരെ അനന്ത സാധ്യതകളാണുള്ളത്. നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു BCom കോർപ്പറേഷനെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വളരെ നല്ല ഒരു അവസരമാണ് എല്ലാവർക്കും ഉള്ളത്. അത് ഇപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ അടുത്ത 2 വർഷം കൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു സർവീസ് സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ PSC മുഖാന്തരം ഏതെങ്കിലും ഒരു അപ്പെക്സ് ബാങ്കിലോ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഫ്രീ വെബിനാർ ഞായറാഴ്ച നടത്തപ്പെടുന്ന ഫ്രീ വെബിനാർ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ 2 നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതൊരു ഫ്രീ വെബിനാറാണ്. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഏറെക്കുറെ വിവരങ്ങളും ബാക്കി കുറച്ച് ബേസിക് കാര്യങ്ങളും ആയിരിക്കും ആ വെബിനാറിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ആർക്കാണോ ഇത് ഗുണപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, നന്ദി.